വിവോയുടെ വിവോ Y300 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y300 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ Y300 5Gയിൽ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ വരുന്നതായിരിക്കും. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1800 നിറ്റ്സ് ആയിരിക്കും. പിന്നെ 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വന്നേക്കാം. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 200 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.79 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുമെങ്കിലും അത്ര മികച്ചൊരു പ്രോസസ്സർ ഇതിൽ വന്നോളണം എന്നില്ല. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. ആ ബേസിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ കിട്ടേണ്ടതാണ്. 5G സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലും ആയിരിക്കും വരിക. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. പിന്നെ LPDDR4Xന്റെ റാം ആയിരിക്കും ഇതിൽ വരിക. പിന്നെ എടുത്തു പറയേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ ട്രിപ്പിൾ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പൊതുവേ നമുക്ക് ഇവൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പോലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കിട്ടാറ്. പക്ഷേ ഇതിൽ 3 സ്പീക്കേഴ്സ് വന്നേക്കാം. ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലഭിച്ചേക്കാം. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യമായിരിക്കും. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. പിന്നെ 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം ഓൺ പേപ്പർ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നോളണം എന്നില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 6500 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് നല്ലൊരു കാര്യമാണ്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ December 16 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കില്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ഈ ഒരു പേരിലായിരിക്കില്ല മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ചെയ്യുക. വേറെ ഏതെങ്കിലുമൊക്കെ പേരിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില 1000 യുവാൻ പ്രൈസിങ്ങിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 11,600 രൂപ പ്രൈസിങ്ങിലൊക്കെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് വെച്ചിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില ഒരു 16,000 to 18,000 രൂപ പ്രൈസ് വെച്ചിട്ടൊക്കെ ആയിട്ട് വന്നേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഒരു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിവോയുടെ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. കുറച്ച് ഓവർ പ്രൈസ്ഡൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും വിവോയുടെ Y300 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.